ദൈവമേ പിന്നെ കേൾക്കുന്നത് മോനിഷയുടെ എനിക്ക് അവസാനത്തെ ഒരു വിഷമം എന്നാന്ന് വെച്ചാൽ അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. നിങ്ങൾക്കറിയോ പാർവതിയെ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്ത ആരാണെന്ന്? മഞ്ജു വാര്യരുടെ വിവാഹത്തിന് ഒരുക്കിയത് ആരാണെന്നറിയോ? നയൻതാരയെ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിനൊക്കെ മുന്നേ ആദ്യമായി മേക്കപ്പ് ചെയ്യുന്ന ആരാണെന്നറിയോ? അതിനൊക്കെ ഉത്തരം എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്ത് സെറ്റിലായ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതയായിരിക്കും, അനില ജോസഫ്. മാം മോനിഷയും കൂടിയുള്ളൊരു ഫോട്ടോ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരു ഉണ്ടായി. അയ്യോ, മോനിഷ എന്ന് പറഞ്ഞാൽ അതും നല്ല മോനിഷയുടെ അമ്മയും കൂടെ അവിടെ വരികയോ എടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. പല ഫിലിമിൻ്റെ ഒരുപാട് സമയത്ത് വരുമായിരുന്നു. പക്ഷേ മോനിഷയുടെ എനിക്ക് അവസാനത്തെ ഒരു വിഷമം എന്നാന്ന് വെച്ചാൽ നമ്മുടെ അവിടെ വന്ന് ഫേഷ്യലൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വെളുപ്പിനെ ബാംഗ്ലൂർ പോകാമെന്ന് പറഞ്ഞു. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ബാംഗ്ലൂർക്ക് എല്ലാം വന്ന് ചെയ്ത് ഞങ്ങൾ അത്രയും നേരം വർത്തമാനം പറയുക. അടുപ്പത്തിലിരുന്ന് മോനിഷയുടെ അമ്മയാണെങ്കിൽ നല്ല വളരെ നല്ലൊരു ലേഡിയാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അതുപോലെ മുടി ഇത്രയും മുടിയുണ്ട്. എന്നിട്ട് ആ മുടി വെട്ടിയത് ബാക്കി മുടി വരെ എന്നെ മോനിഷയുടെ അമ്മ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് കണ്ട അവളുടെ ബാക്കി മുടിയാന്ന് പണ്ട്. അത് കഴിഞ്ഞ് ഈ കുട്ടിയും അമ്മയും കൂടെ പിറ്റേ ദിവസം ബാംഗ്ലൂർ പോയിട്ട് 2 ദിവസത്തിനകം വരും. ഇവിടെ ഷൂട്ടിംഗ് നടക്കുക. ദൈവമേ പിന്നെ കേൾക്കുന്നത് ഈ ആക്സിഡൻ്റാണ്. അതെനിക്ക് ഭയങ്കര ഒരു അതായത് ഈ ആക്സിഡൻറ്റ് നടക്കുന്നതിൻ്റെ തലേ ദിവസം മാം കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് വെളുപ്പിനെയാണ് പോകുന്നത് ട്രിവാൻഡ്രത്തു നിന്ന്. അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. പിന്നെ കണ്ടിരുന്നോ മോനിഷയുടെ അമ്മയോ? കണ്ടിട്ടില്ല. ഒരു 40 വർഷത്തോളമായി ഒരു ഫീൽഡിൽ ഒരു എക്സ്പെർട്ടൈസ് ചെയ്ത് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പാഷനാണെന്നറിയാം. ഫോർ അനില ജോസഫ് എന്താണ് ബ്യൂട്ടി, എന്താണ് സൗന്ദര്യം? എൻ്റെ മനസ്സിൽ സൗന്ദര്യം തന്നെ കുറച്ചൊരു നാച്ചുറാലിറ്റിയാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. ഇപ്പം പണ്ടത്തെ കാലത്തെ പോലെ തലമുടിയും നമുക്കുള്ളത് ഇപ്പോൾ ചുരുണ്ട മുടിയാണ് ചുരുണ്ട മുടി. എൻ്റെ മുടി കോലനായിപ്പോയി. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ആ മുടി കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കുശുമ്പ് വരുന്നുണ്ട്. എനിക്ക് ചുരുണ്ട മുടിയായിരുന്നു ഭയങ്കര ഇഷ്ടം. അതുപോലെ ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി നമ്മളെങ്ങനെ ഇരിക്കുന്നോ അതിനെ നാച്ചുറലായിട്ട് കൊണ്ടുപോകും. അതിലാണ് ഇപ്പം നിറം കുറവാണെന്ന് ചിലരുടെ വിചാരം നിറം കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൃത്തികേടാന്ന്. പക്ഷേ എത്രയോ പിള്ളേരാണെന്നോ നല്ല ഭംഗിയാണ് നിറം കുറഞ്ഞ പിള്ളേർക്ക്. കറുപ്പിന് 7 അഴകെന്ന് പറഞ്ഞാൽ പണ്ടൊരു മഹിളാരത്ന മാഗസീനിൽ ഒരു ആർട്ടിക്കിൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ നല്ല സൗന്ദര്യമുള്ള പിള്ളേരാണ്. വെളുപ്പിൽ മാത്രമല്ല നിറത്തിൽ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ ഓരോന്നിനും പിന്നെ ചിലവരുടെ സ്വഭാവം അതിലൊരുപാട് ബ്യൂട്ടിയുണ്ട്. അവരുടെ പെരുമാറ്റം, അവരുടെ ഒരു വേർഡ്, അതിലൊക്കെ ഒരുപാട് ഞാൻ അതിലെല്ലാമാണ് ബ്യൂട്ടി കാണുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ ഒരു കല്യാണത്തിനോ പാർട്ടിക്കോ ഒക്കെ പോകുമ്പോൾ നമ്മളോട് കുട്ടികൾ എന്ത് ചെയ്യുന്നു, ജോലി എങ്ങനെ പോകണമെന്നായിരിക്കും. എനിക്ക് തോന്നുന്നു മാമിനെ കാണുമ്പോൾ ആൾക്കാർക്ക് ചോദിക്കാൻ താല്പര്യം മുഖത്ത് പാട് വന്നു എന്ത് ചെയ്യാൻ പറ്റും, മുടി ഇങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ. അപ്പോൾ കുറേ പേരുടെ ആകുലതകളൊക്കെ കേൾക്കുന്നുണ്ടാവും. ഈ കോമൺ ആശങ്കകൾ എന്താണ് സ്ത്രീകൾക്ക് പൊതുവേ? ഇപ്പം എല്ലാവരും വന്ന് പറയുന്നത് മിക്കവാറും സൺടാൻ അത് വലിയൊരു പ്രശ്നമാണ്. എല്ലാവരും വന്നിട്ട് പറയും അയ്യോ വെയിൽ കൊണ്ടു, അല്ലെങ്കിൽ സ്കൂട്ടർ. ഇപ്പം എല്ലാവരും 2 വീലറല്ലേ. പണ്ടൊക്കെ ഇത്രയും ഒന്നും ആരും പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ജോലിക്ക് പോകട്ടെ ഇങ്ങനെ ഇത്രയും വെയിൽ കൊള്ളലൊന്നുമില്ല. ഇപ്പം എല്ലാവരും ഇങ്ങനെ ജോലിയും അവരുടെ ഡേ ടു ഡേ ലൈഫ് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ബിസിയാണ്. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യം നോക്കണം, ജോലിക്ക് പോകണം, പിള്ളേരുടെ കാര്യം നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ എൻ്റെ ഒരു ക്ലയൻറ്റ് വന്ന് പറഞ്ഞു അയ്യോ അപ്പം ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ കൈ ഇവിടം വരെ കവർ ചെയ്തിട്ട് പോകും. പുള്ളിക്കാരി എന്നോട് പറഞ്ഞ എന്നാന്ന് വെച്ചാൽ അതിനുള്ള ടൈം കിട്ടുന്നില്ല മാഡം, ചെയ്യണമെന്നുണ്ട് പക്ഷേ അത് അങ്ങോട്ട് ഓർക്കത്തില്ല, ടൈം കിട്ടത്തില്ല എന്ന്. അപ്പം നമ്മൾ അതൊക്കെയാണ് ഓരോരുത്തരുടെ. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, ആഴ്ചയിൽ ഒരു 2 ദിവസം കുറച്ച് തൈര്, നമ്മൾ കുളിക്കാനായാലും കയറുന്നതിന് കുറച്ച് മുമ്പ് ഇച്ചിരി തൈരും ഇച്ചിരി 2-3 തുള്ളി നാരങ്ങാ നീര്, ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ സ്കിൻ ഡ്രൈ ആവും. നാരങ്ങാ നീരും കൂടെ ചേർത്തൊന്ന് മുഖത്തും കയ്യിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും നല്ല ഇച്ചിരി തേനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ മോയ്സ്ചറാണ് തേനിടുമ്പം. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഇതായിട്ടിരിക്കും. അതൊക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ പലരുടെ തലമുടി ഭയങ്കര ഡ്രൈ ആവുന്നു, മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നു, പൊട്ടിപ്പോകുന്നു. അതിപ്പോൾ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് അങ്ങനെയൊക്കെ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഹാർഡ് വാട്ടറിൻ്റെ അകത്ത് മിക്കവാറും അവിടെ ഇവിടെയും ജോലിക്ക് പോകുന്ന പിള്ളേരൊക്കെ ബാംഗ്ലൂരൊക്കെ ജോലിക്ക് പോയിട്ട് അവിടെ ഇവിടെയും പോയിട്ട് വരുന്ന പിള്ളേരെ മിക്കവാറും മുടി പൊഴിയും. അത് ഈ ഹാർഡ് വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഹാർഡ് വാട്ടറിനുള്ള ഷാമ്പു കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞത് അതൊക്കെ നമ്മൾ ആഴ്ചയിൽ 1 ദിവസമോ അല്ലെങ്കിൽ 2 ആഴ്ച 1.5 ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉപയോഗിച്ചാൽ മതി. നമ്മൾ വീട്ടിലെ എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ കുറച്ച് പച്ചരി, പിന്നെ കുറച്ച് ഉലുവ, കുറച്ച് ഫ്ലാക്സ് സീഡ്, പിന്നെ സോപ്പും കായ എന്ന് പറഞ്ഞ് കിട്ടും, അങ്ങാടിക്കടയിൽ കിട്ടും. ഇത് എല്ലാം കൂടെ സോപ്പും കായ വേറെ പ്രഷർ കുക്കറിൽ വേവിച്ചിട്ട് അത് നല്ലപോലെ വേവിച്ച് 1 ദിവസം അത് വെച്ചിട്ട് പിറ്റേ ദിവസം അത് നല്ലപോലെ അരിച്ചെടുക്കും.
എന്നിട്ട് ആ അരിച്ചെടുത്ത വെള്ളം ഞാൻ എടുത്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചേക്കും. എന്നിട്ട് എനിക്ക് ആവശ്യമുള്ളപ്പോൾ കുറച്ചങ്ങും എടുത്ത് വെച്ചാൽ മതിയല്ലേ. മറ്റേത് 3 കൂടെ പൊടിക്കും. എല്ലാം കറക്റ്റ് സെയിം ക്വാണ്ടിറ്റിയിലാണ് അരി പൊടിക്കുന്നത്. പച്ചരി, ഉലുവ, ഫ്ലാക്സീഡ്, ഇത് 3 കൂടെ നല്ലപോലെ ഒന്ന് പൊടിച്ച് വെച്ചും തലേ ദിവസം ഒരു ടീസ്പൂൺ മതി. ഒരു ടീസ്പൂൺ നമ്മളൊരു പാത്രത്തിൻ്റെ അകത്തിട്ട്, ഒരു സ്റ്റീൽ പാത്രത്തിലിട്ട് കുറച്ച് നല്ല ചൂടുവെള്ളം ഒഴിച്ച് വെക്കുക. പിറ്റേ ദിവസം നമ്മൾ കുളിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതൊരു ചെറിയ തോർത്തിൻ്റെ കഷ്ണം വെള്ളത്തിലിട്ട് തുണിക്കകത്ത് അരിച്ചെടുത്ത് എളുപ്പമുണ്ട്. തോർത്തിൻ്റെ അകത്ത് ഒന്ന് അരിച്ച് നല്ലപോലെ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ആ പ്രഷറും കൂടെ അതിൻ്റെ ഒരു ഫ്ലാക്സീഡിൻ്റെ ഒരു സ്റ്റാർച്ചി ഒരു ഇതുണ്ട്, കൊഴുവഴുപ്പ് പോലത്തെ അതെല്ലാം കൂടെ വന്നു കഴിഞ്ഞ് നമ്മളത് നന്നായിട്ട് അതങ്ങോട്ട് തലയിലോട്ടൊന്ന് നല്ലപോലെ കുറച്ച് നേരം ഒന്നൊരു 4-5 മിനിറ്റ് ഒന്ന് തേച്ച് വെക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുടിയിൽ എണ്ണ ഇരിക്കത്തില്ല, ഓയിലും കാണത്തില്ല. മുടിക്ക് വളരെ നല്ലതാണ്. മുടി പൊഴിച്ചിലും മാറും. അതുപോലെ എന്തെങ്കിലും താരണം അങ്ങനത്തെ പലതിനും ഇത് ഒത്തിരി നല്ല ഇഫക്റ്റീവാണ്. അത് നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സോപ്പും കായുടെ വെള്ളമുണ്ട്. അത് നമ്മൾ എന്നും ഉപയോഗിക്കണമെന്നില്ല, ആഴ്ചയിൽ ഒരു 3 ദിവസം പോലെ അതിട്ടാൽ മതി. ബെസ്റ്റാണ്.